ഞാനിപ്പോൾ നിൽക്കുന്നത് മേരി മജോര ബസിലിക്കയുടെ മുമ്പിൽ സ്വാമിജി വീരേശ്വരാനന്ദയുടെ അരികിലാണ്. ഈ ബസിലിക്കയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒത്തിരിയേറെ പ്രത്യേകതകളുണ്ട്. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയ ഒരു സ്വാമിജിയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. മാത്രമല്ല, മതാന്തര സംവാദവുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കുണ്ടായിരുന്ന താല്പര്യം നമുക്കറിയാമല്ലോ. അതുമായി ബന്ധപ്പെട്ട് GDPSന്റെ ശിവഗിരി മഠത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ റോമിൽ വരാനും മാർപ്പാപ്പയെ കാണുവാനും ഒക്കെ ഭാഗ്യം ലഭിച്ച ഒരു സ്വാമിജിയാണ്. ഇന്നിതാ മാർപ്പാപ്പയുടെ മരണവാർത്ത അറിഞ്ഞ് മൃതസംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുവാൻ, ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ ഏറെ സ്നേഹത്തോടുകൂടി നാട്ടിൽ നിന്നും സ്വാമിജി ഇവിടെ വന്നിരിക്കുകയാണ് റോമിൽ. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് മേരി മജോര ബസിലിക്കയുടെ അകത്തു കയറി സ്വാമിജി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയുണ്ടായി. സ്വാഗതം സ്വാമിജി ഗുഡ്നസ് ടെലിവിഷനിലേക്ക്. തീർച്ചയായും അങ്ങയെ കണ്ടത് ഒരു പരിപാലനയായി കാണുകയാണ്. ആദ്യമേ തന്നെ അങ്ങയോട് ചോദിക്കുവാനുള്ളത്, അങ്ങ് ആദ്യമായി ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാനിടയായ സാഹചര്യം ഒന്ന് വ്യക്തമാക്കോ? 1924 ആലുവായിൽ ഏഷ്യയിലെ ആദ്യത്തെ സർവമത സമ്മേളനം ശ്രീനാരായണ ഗുരുദേവന്റെ സംഘടിപ്പിക്കുകയുണ്ടായി. അതിന്റെ 100ാം വാർഷികം പ്രമാണിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ സർവമത സമ്മേളനങ്ങൾ ശിവഗിരിമഠം സംഘടിപ്പിച്ചു വരികയാണ്. അങ്ങനെയിരിക്കെ ആദ്യ സമ്മേളനം വത്തിക്കാനിൽ വെച്ച് നടത്തണമെന്നൊരു അഭിപ്രായമുണ്ടായി. അത് എൻ്റെ ഒരു താല്പര്യമായിരുന്നു. ഞാൻ നേരെ വത്തിക്കാനിൽ വരുന്നു. കൂവക്കാട്ട് പിതാവിൻ്റെ സഹായത്തോടെ മാർപ്പാപ്പയെ കാണുകയും മാർപ്പാപ്പയുമായി 15 മിനിറ്റോളം സംസാരിക്കുകയും മാർപ്പാപ്പ ഈ സർവമത സമ്മേളനത്തെക്കുറിച്ചും സർവമത സമ്മേളനം സംഘടിപ്പിച്ച് അവിടെ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചു കൊടുത്തപ്പോൾ മാർപ്പാപ്പയ്ക്ക് താല്പര്യം കാട്ടി ഞങ്ങൾക്കൊരു അവസരം തരികയാണ് ഉണ്ടായത്. സ്വാമിജി, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ നമ്മളുടെ കൂവക്കാട് പിതാവ് ഇതിനു വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തുവാണോ അങ്ങ് പറഞ്ഞപ്പോ, അതെയോ ഇതുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് സഹായം ചെയ്തു തന്നതാണോ? കാരണം അതിനുശേഷം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ മതാന്തര സംവാദനത്തിന്റെ ഏറ്റവും വലിയ ഹെഡായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ കൂവക്കാട് പിതാവിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുകയുണ്ടായി. തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ വരുന്ന സാഹചര്യത്തിൽ കൂവക്കാട്ട് പിതാവ് അദ്ദേഹം ഒരു സാധാരണ ഒരു ഫാദർ മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു മാസം കൊണ്ട് തന്നെ ഫാദറിനെ കർദിനാളായി ഉയർത്തുകയും മാർപ്പാപ്പ ചെയ്തു. ഞങ്ങളുടെ ഈ ശിവഗിരി മഠത്തിന്റെ ആവശ്യം കൂവക്കാട്ട് പിതാവിനെ അവതരിപ്പിക്കുകയും കൂവക്കാട്ട് പിതാവ് അത് വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് പിതാവിന്റെ ഒറ്റയൊരു താല്പര്യത്തിലാണ് ഈ കാര്യങ്ങൾ വളരെ ഈസിക്ക് ഇവിടെ വെച്ച് നടത്തുവാൻ സാധിച്ചത്. അത് തീർച്ചയായിട്ടും വലിയൊരു സന്തോഷത്തിന്റെ അഭിമാനത്തിന്റെ ഒരു കാര്യം തന്നെയാണ്. കാരണം പിതാവ് മാർപ്പാപ്പയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി, അപ്പം അതെല്ലാം ക്രമീകരിച്ചു തന്നു. അപ്പൊ ആ മൊമെന്റിൽ മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ മാർപ്പാപ്പയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ? മാർപ്പാപ്പയുടെ കൂവക്കാട്ട് പിതാവിന് മാർപ്പാപ്പയുമായുള്ള ഒരു ബന്ധം, അത് നമുക്ക് ആ സ്നേഹം എന്താണെന്ന് നമുക്ക് അവിടെ വെച്ച് തന്നെ ആ പെരുമാറ്റത്തിൽ നമുക്ക് കാണാൻ അനുഭവിച്ചറിയാൻ സാധിച്ച ഒരാളാണ്. നിങ്ങള് മാർപ്പാപ്പയെ കണ്ടപ്പോ മതാന്തര സംവാദവുമായി ബന്ധപ്പെട്ട് മാർപ്പാപ്പയുടെ മനസ്സ് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നതായിട്ടുണ്ടോ? തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ മനുഷ്യത്വമാണ് എല്ലാത്തിന്റെ ഉപരി, മതമല്ല, മനുഷ്യത്വമാണ് എല്ലാം. അത് എടുത്ത് പറയുകയും ചെയ്തു മാർപ്പാപ്പ. അങ്ങനെ ഗുരുദേവന്റെ സന്ദേശങ്ങൾ അദ്ദേഹം മനസ്സിലാക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്തു. അദ്ദേഹം കാണിച്ച ഒരു സ്നേഹമാണ്. യേശുക്രിസ്തു സ്നേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയത്. അതിന്റെ ഒരു ഉദാഹരണമാണ്, ജീവിതത്തിലൂടെ കാട്ടിത്തന്ന ഒരു മഹാത്മാവാണ് മാർപ്പാപ്പ. ആ മാർപ്പാപ്പയെ ഞാൻ എന്റെ ഗുരുസ്ഥാനത്താണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ റഷ്യയിലായിരുന്നു ഇത് അറിഞ്ഞപ്പം തന്നെ അവിടുന്ന് നേരെ ഇങ്ങോട്ട് പോയിരുന്നു. ലണ്ടനിൽ പോയിട്ട് ആളായിരുന്നു, പക്ഷെ അത് ക്യാൻസൽ ചെയ്ത് ഞാൻ നേരെ ഇവിടെ ഈ ശുശ്രൂഷ ചടങ്ങിന് വേണ്ടി ഞാൻ ഇവിടെ എത്തിച്ചേർന്നതാണ്. അത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ കൈകളിൽ പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പഠനങ്ങൾ അങ്ങ് കേട്ടിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ ബൈബിളിലെ പഠനങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഫ്രാൻസിസ് മാപ്പയുടെ പഠനങ്ങളും ചിന്തകളും അല്ലെങ്കിൽ ബൈബിളിലെ ചിന്തകളും തമ്മിൽ ശ്രീനാരായണ ഗുരുവിന്റെ ചിന്തകളും തമ്മിൽ ഒരു ആത്മബന്ധമുള്ളതായിട്ട് സ്വാമിജിക്ക് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ഈ സർവമത സമ്മേളനത്തെ കുറിച്ച് മാർപ്പാപ്പയോട് പറയുന്ന കൂട്ടത്തിൽ തന്നെ ഈ സർവമത സമ്മേളനം കഴിഞ്ഞ ഉടൻ തന്നെ ഗുരുദേവൻ അവിടെ എഴുതി വെച്ചിരുന്നു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനും വേണ്ടിയുള്ള സമ്മേളനമാണെന്ന് ഗുരുദേവൻ അവിടെ എഴുതി വെച്ചു. അതായത് ആദ്യം നടന്ന ഏഷ്യയിൽ ആദ്യം നടന്ന ആ സർവമത സമ്മേളനത്തിൽ അങ്ങനെ എഴുതി വെച്ചു. അതും എല്ലാ മതത്തിന്റെ സാരം ഒന്നാണ്, മനുഷ്യത്വമാണ്. അതും ഗുരുദേവൻ അവിടെ എഴുതി വെച്ചു. ഈ കാര്യങ്ങളെല്ലാം മാർപ്പാപ്പയെ ധരിപ്പിച്ച് ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ അത് കഴിഞ്ഞ് ഗുരുദേവൻ ആദ്യം ചെയ്ത് ഒരു ശിവഗിരിയിൽ ഒരു സർവമത പാഠശാല ഉണ്ടാക്കുകയാണ്. അവിടെ സർവമത പാഠശാലയിൽ ബൈബിളും ഖുറാനും ഉപനിഷത്തും ഗീതയും എല്ലാം പഠിക്കുന്ന ഒരു സിസ്റ്റമാണ് ശിവഗിരിയിലുള്ള സർവമത പാഠശാല. എല്ലാ മതവും സമബുദ്ധിയോടെ പഠിക്കണമെന്ന് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നു. ഭരണശാലയിൽ പ്രാർത്ഥനയ്ക്ക് ഒരു പേജ് ബൈബിളും ഒരു പേജ് ഖുറാനും നിത്യം പാരായണം ചെയ്യും.